ഡാർജിലിംഗ് ട്രെയിൻ അപകടത്തിൽ റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവം ദൗർഭാഗ്യകരമെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു. ആദർശ് തുളസീധരൻ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ആദർശ, ഈ ട്രെയിൻ അപകടത്തിൽ നിലവിൽ 5 പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ അത്യാഹിതങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. ഒപ്പം ഈ അപകടവുമായി ബന്ധപ്പെട്ട റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. നന്ദു, ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് മരണസംഖ്യ ഉയരുകയാണ്. മരണം 8 മാറിയിരിക്കുന്നു. റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് തിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ നിലവിൽ റെയിൽവേ നൽകുന്ന വിവരമനുസരിച്ച് 25 പേരുടെ ആണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ഒപ്പം തന്നെ 8 പേർ മരിച്ചു എന്നത് സംബന്ധിച്ചുള്ള റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് റെയിൽവേ ഉത്തരവിട്ടിട്ടുണ്ട്. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ അപകടം നടന്ന രംഗപാണി റെയിൽവേ സ്റ്റേഷന് സമീപം അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും റെയിൽവേ തന്നെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ് ഈ 2 ട്രെയിനുകൾ എങ്ങനെ ഒരേ സമയം ഒരു ട്രാക്കിൽ വന്നു എന്നത്. ലോക്കോ പൈലറ്റിന്റെ അശ്രദ്ധ കൊണ്ടാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ റെയിൽവേ അന്വേഷണം നടത്തുന്നു. ഈ സിഗ്നൽ മറികടന്ന് ചരക്ക് ട്രെയിൻ മുന്നിലേക്ക് എത്തിയാണ് ഈ കാഞ്ചൻജംഗ എക്സ്പ്രസിൽ ഇടിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് സിഗ്നൽ സംവിധാനത്തിന്റെ പിഴവാണോ അതുമല്ലെങ്കിൽ ലോക്കോ പൈലറ്റിന്റെ അശ്രദ്ധയാണോ എന്നത് സംബന്ധിച്ചാണ് റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അപകട കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ദൃക്സാക്ഷി മൊഴികൾ ഒക്കെ തന്നെ ഈ ചരക്ക് ട്രെയിൻ വന്ന് കാഞ്ചൻജംഗ എക്സ്പ്രസിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കാഞ്ചൻജംഗ എക്സ്പ്രസ് ഈ സിഗ്നൽ മറികടന്ന് മുന്നിലേക്ക് വന്നത് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ എന്തായാലും റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. എന്തായാലും ഒഡീഷയിലെ ബാലസോറിലുണ്ടായ ട്രെയിൻ അപകടത്തിന് പിന്നാലെ ഇത്രയും വലിയ ഒരു ദുരന്തം അത് പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ നടക്കുമ്പോൾ റെയിൽവേ അതിനെ ഏറെ ഗൌരവത്തോടെയാണ് കാണുന്നത്. കാരണം കവച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂട്ടിയിടിക്കുന്നതും ട്രെയിനുകളിൽ അപകടമുണ്ടാകുന്നതും ഒക്കെ ഒഴിവാക്കുന്നതിനുള്ള എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചിരുന്നു. ആ എല്ലാ സംവിധാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് റെയിൽവേ മുന്നോട്ട് പോകും. ഇത്തരത്തിൽ ഒരു അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് റെയിൽവേയും ആശ്ചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. ഈ നിലവിൽ പരിക്കേറ്റവരെയൊക്കെ സഹായിക്കുന്നതിനും മറ്റും വേണ്ടി ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങളൊക്കെ ജില്ലാ ഭരണകൂടവും റെയിൽവേയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. ആദ്യം നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. പിന്നീട് ദുരന്ത നിവാരണ സേന അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിനായി അവിടെ എത്തുകയായിരുന്നു. ഇനിയിപ്പോൾ റെയിൽവേ മന്ത്രി അടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും അപകടസ്ഥലം സന്ദർശിക്കും. എന്തായാലും നിലവിൽ ഈ പരിക്കേറ്റവർക്കുള്ള ചികിത്സയും മറ്റു കാര്യങ്ങളുമെല്ലാം അതിനെല്ലാം വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് പശ്ചിമബംഗാൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും എല്ലാ നടപടികളും സ്വീകരിക്കും. നന്ദു. ശരി, ആദർശ് തുളസീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡാർജിലിംഗ് ട്രെയിൻ അപകടത്തിൽ മരണസംഖ്യ 8 ആയിരിക്കണം. 8 പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടത്തിൽ റെയിൽവേ അന്വേഷണത്തിന് ഈ ഘട്ടത്തിൽ ഉത്തരവിട്ടിരിക്കുന്നു. പക്ഷേ എന്താണ് അപകട കാരണമെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമായൂ. എന്തായാലും റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അദ്ദേഹം സംഭവസ്ഥലം സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങളാണ് ആദർശ് തുളസീധരൻ പങ്കുവച്ചത്.